ഇതാരാന്നുള്ള എല്ലാവർക്കും അറിയായിരിക്കും. നമ്മളെ കളഞ്ഞു കിട്ടിയൊരു ഫ്രണ്ട്. ഇന്നത്തെ നോമ്പ് തുറക്കുന്ന സമയം ഇപ്പൊ ഒന്ന് കിട്ടിയ കണ്ടില്ല വടാപ്പാവ. ഞാൻ പോയിന്നാ നമ്മളെ കൊറിയൻ ഫ്രണ്ട് എണീച്ചിട്ടുണ്ട്. വാട്ട്സ് യുവർ നെയിം? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ ട്രാവൽ വിത്ത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ കാലമായി ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്, വേറെ ഒന്നല്ല. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ചെറിയൊരു ബിസിനസ് പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ഈ വണ്ടി നാട്ടിലെത്തിച്ചു കൊടുക്കുക, സെയിലാക്കുക എന്നുള്ള പ്ലാനായിരുന്നു. അപ്പം അതങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോസ് പരിപാടി നടക്കുന്നില്ല. അപ്പോൾ ഞാൻ തൽക്കാലം കുറച്ച് കാലത്തേക്ക് ഗ്യാപ്പിട്ട്, അപ്പോൾ ഞാനിതാ ഇപ്പം വീണ്ടും ഇന്നിപ്പോൾ ഡൽഹിയിലേക്ക് പോവാണ്. നമ്മുടെ ലാസ്റ്റ് വണ്ടി, ഞാൻ 2-3-4 വണ്ടി ഇപ്പോൾ ഞാൻ നാട്ടിലെത്തി സെയിൽ ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ കയ്യിലുള്ള ലാസ്റ്റ് വണ്ടിയാണ് പജേറോ. അപ്പോൾ ഇതിന്നിപ്പോൾ സെയിലിന് പോവാണ്. ഇതിപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ നമ്മൾ കോഴിക്കോട് പോകുന്നത്, വണ്ടി കൊടുക്കുന്നത്. അതിന് ശേഷം വൈകുന്നേരമാണ് ട്രെയിനിന് ഇന്ന് ഡൽഹിയിലേക്ക് പോകുന്നത്. ഡൽഹിയിലേക്ക് പോയിട്ട് നോമ്പുകാലാണ്. അപ്പോൾ അവിടുത്തെ സ്ഥിതി കാര്യങ്ങൾ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യണം. കശ്മീർ പ്ലാനിങ്ങിലാണ് പോകുന്നത്. അപ്പം എല്ലാ പ്രാവശ്യം ഇതേമാതിരി പോകും. വണ്ടി അത് നല്ല കണ്ടാണ് എടുത്തുകൊണ്ട് വരും. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്തത്. പിന്നെ അങ്ങനെ ആയിരിക്കില്ല, എന്തായാലും കുറച്ച് വീഡിയോസൊക്കെ ചാനലിൽ ഇടണം. ചാനൽ ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും മാക്സിമം വീഡിയോസൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ചെറിയൊരു വിഷ്വൽസ് കാണാം. ഇനി അപ്പം പോട്ടെ. ടാറ്റ പറ. ഇനിയില്ല, ഇനി അങ്ങോട്ടാ? ഞാൻ പോവാ, ഇനി വരണ്ട. പോട്ടോ. എങ്ങോട്ട്? ഇല്ല, കൈ പിടിക്കണ്ട. ഞാൻ പോവാന്ന്. ഓൻ ആദ്യം ഇറങ്ങി. അപ്പൊ പൂട്ടി. ടാറ്റ വേണ്ട. പറ്റില്ലമ്മ. പോട്ടെ. ഒന്ന് പിടി. നീ അങ്ങോട്ടാടാ? ടാറ്റ വേണ്ട. പോട്ടെ. ടാറ്റ വേണ്ട. ഞാനങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ കോഴിക്കോട് വരെ പജേറോയിലാണ് പോകുന്നത്. അവിടെ നമുക്ക് വണ്ടി ഡെലിവറി ചെയ്തിട്ട് വേണം. അവിടെ നിന്ന് നേരെ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ട്രെയിൻ നമുക്ക് പിന്നെ ഡൽഹിയിലേക്ക്. വയനാട് ചുരം എത്തി ഗൈസ്. അപ്പോൾ ഞാനിത് അവിടെ നിന്ന് കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ നേരെ പിന്നെ വണ്ടി ഡെലിവറി ചെയ്യുന്നിടത്ത് പോകാൻ വണ്ടി കൊടുക്കുക. പിന്നെ വൈകുന്നേരം പിന്നെ നമ്മൾ വണ്ടീൻ്റെ അടുത്തേക്ക്, അതായത് ട്രെയിനിൽ കയറിയിട്ട് പോവാം. അപ്പോൾ നാളെ വൈകുന്നേരമായിരിക്കും ഡൽഹിയിലെത്തുക. അവിടെ എത്തിയിട്ട് അവിടെ 1-2 പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ആ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ദിവസം 2-3 ദിവസങ്ങളായിട്ട് ബാക്കി പ്ലാനുകൾ അവിടെ എത്തിയിട്ട് വേണം ചെയ്യാൻ. വണ്ടി അവിടെ എവിടെയെങ്കിലും വെച്ചോ. ഡ്രൈവർമാർ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഉള്ളിൽ കയറിയിട്ട് ഈ സൈഡിലേക്ക് വെച്ചോ. കൂളിംഗ് ഗ്ലാസ് ഇട്ട് ഷെയർ ബൈക്കിലുണ്ട്. നിനക്ക് ഇഷ്ടമില്ല? നിനക്ക് കൂളിംഗ് ഗ്ലാസ് ലൈറ്റല്ലേ? गाड़ी संख्या 1221 कोचुवेली चंडीगढ़ संपर्क क्रांति एक्सप्रेस कोഴിക്കോട് സ്റ്റേഷൻ പ്ലാറ്റ്ഫോം क्रमांक 8. ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഞാൻ പോയിന്നാ. ഏകദേശം തലശ്ശേരിയൊക്കെ കഴിഞ്ഞ സമയത്താണ് വാക്ക് കൊടുക്കുന്ന സമയമാണ്. അപ്പം നോമ്പ് വന്നുകൊണ്ടിരിക്കാം. കുപ്പി വെള്ളവും വാങ്ങി, 2 ബിരിയാണി വാങ്ങി. വേറെ ഫുഡൊന്നും കിട്ടാനൊന്നുമില്ല. ഇതൊക്കെ കഴിച്ച് വളരെ ഉറക്കം. സ്കരിയാണെന്ന് ഇപ്പോൾ തൽക്കാലം ഇവിടുന്ന് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കാം. കിടന്നുറങ്ങുക. ഉറങ്ങി എണീച്ചതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കാര്യമായിട്ട് കഴിക്കുക. കാരണം ഞാൻ മറന്നുപോയി ഫുഡ് വാങ്ങി വെക്കാനായിട്ട്. സുഖമായിട്ട് കിടന്നുറങ്ങി. സമയം ഏകദേശം 8 മണി. പല്ലൊക്കെ തിരിച്ചൊക്കെ ഫ്രഷ് ആവും. ഞാൻ ഏകദേശം മുമ്പേ എത്താനായി. ഇനിയിപ്പോൾ നാളെ ഇന്ന്
കഴിഞ്ഞ ദിവസം രാത്രിയാണ് കയറി. ഇപ്പം നാളെ കറക്റ്റ് ഏകദേശം ഒരു ഉച്ചക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഡൽഹി എത്തും. കുറച്ചും കൂടെ ഉണ്ടാവാണ്. അപ്പോൾ പള്ളിയൊക്കെ എന്തെങ്കിലും ഫുഡ് കഴിക്കാം ഡൽഹി കയറുമ്പോൾ. ബാത്റൂമൊക്കെ കണ്ടില്ല, അത്യാവശ്യം നല്ല വൃത്തിയുള്ള ബാത്റൂം കേട്ടോ. ബാത്റൂം വീഡിയോ ഇരുന്ന് പല്ലൊക്കെ വന്നാലും കൊണ്ട് കേട്ടോ. ട്രെയിനിൽ ഞാനെടുത്ത സെക്കൻഡ് AC കോച്ചാണ് കേട്ടോ. ക്യാബിനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ റിവ്യൂസ് കാണിച്ചു തരാം. ഇനിയുണ്ട് കുറേ, ഏകദേശം 2 മണിക്കൂർ ട്രെയിൻ ലൈറ്റാണ്. ഇനി ഇവിടെ നിന്ന് ഇരുന്ന് മടുത്ത് ഫോണ് കളിച്ച് മടുത്ത്. ഞാൻ അവരെ വീഡിയോ ഇടുന്ന സമയത്ത് എനിക്ക് ചാനലുണ്ട്, ഞാൻ എന്താക്കിയിട്ടില്ല, ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കാണ്ട് നിന്നിട്ട് കണ്ടിന്യൂസ് വീഡിയോ ഇടാണ്ട് എൻ്റെ മടിയുണ്ട് കേട്ടോ. ഇവരേക്ക് വീഡിയോസോ കാര്യങ്ങളൊന്നും ഇടാണ്ടായിട്ട് എന്താക്കില്ല. ഇപ്പോൾ നോക്കുമ്പോൾ അവർ കണ്ടിന്യൂസ് വീഡിയോസ്, അവർ നല്ല ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് അവർക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ്. എൻ്റെ എപ്പോഴും 1500 കയറിയില്ല. അപ്പോൾ അതൊന്നും നിങ്ങൾ ഇനി കണ്ടിന്യൂസ് വീഡിയോ ഇടും. ഞാൻ അതിനായിട്ട് തന്നെ അറിയില്ല, കണ്ടിന്യൂസ് വീഡിയോസ് ഉണ്ടാകും, നിർബന്ധമായിട്ട് കാണും. ഞാനിപ്പോൾ ഏകദേശം കല്യാൺ ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. നേരെ കൊറിയക്കാരനാണ്. അപ്പോൾ മൂപ്പരോട് ഇങ്ങനെ കിടന്നുറങ്ങി. എൻ്റെ മുകളിൽ ബർത്തിലാട്ടോ, ഉപ്പറിലാണ് സീറ്റുള്ളത്. അപ്പോൾ ആളിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഞാനിങ്ങനെ കാഴ്ചകളും ഫോണൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാണ്. മുംബൈ കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഇനി ഇവിടുന്ന് നാളെ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും ഡൽഹിയിലെത്തുക എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ട്രെയിൻ വൺ ലേറ്റാണ്. നമ്മളെ കൊറിയൻ ഫ്രണ്ട് എണീച്ചിട്ടുണ്ട്. വാട്ട്സ് യുവർ നെയിം? ഖാനാണ് മൂപ്പര് പേര്. മൂപ്പര് ഒറ്റയ്ക്ക് ഇന്ത്യ മൊത്തം കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ചെന്നൈയിൽ, നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. അപ്പം ട്രാൻസ്ലേഷനിൽ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ബോസ് ഇപ്പോൾ ഉറങ്ങി എണീച്ചാണ്. മൂപ്പരിപ്പോൾ കയറിയത് നമ്മളെ മുംബൈ നാട്ടോ കയറിയിട്ടുള്ളത്. പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഇംഗ്ലീഷ് വല്ലാണ്ട് അറിയില്ല. അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ അറിയുന്ന കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മൂപ്പർക്ക് അറിയില്ല. അപ്പോൾ എന്താക്കും, പിന്നെ ഈ ട്രാൻസ്ലേഷൻ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നോക്കും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. മൂപ്പർ അവിടെ നോർത്ത് കൊറിയയിലാണ്. അതുപോലെ തന്നെ പിന്നെ 2 മാസമായിട്ട് ഇവിടെ നാട്ടിലുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിലൊക്കെ അറിയുന്നുണ്ട്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ഭാഷ ഒന്നും അറിയാണ്ട് മൂപ്പർ എങ്ങനെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതെന്നാണ്. ശരിക്കും മൂപ്പർ വെയിറ്റിംഗ് ലിസ്റ്റിൽ ടിക്കറ്റ് എടുത്തിട്ട് മറ്റേ ഇവിടുത്തെ റെയിൽവേയിലുള്ള ആൾക്കാരിവിടെ കൊണ്ടാക്കി ഈ സീറ്റിൽ ഇരുത്തി കൊടുക്കുകയൊക്കെ ചെയ്തു. നമ്മളിപ്പോൾ ഏകദേശം മുംബൈ കഴിഞ്ഞ് നാസിക് എത്താനായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇത്രയും വന്ന ദൂരം തന്നെയുണ്ട്. ട്രെയിന് ഭയങ്കര ലേറ്റാണ്. 4 മണിക്കൂറൊക്കെ ലേറ്റാണ് ട്രെയിൻ. നമ്മൾ വിചാരിച്ച ടൈമിൽ അവിടെ ഡൽഹിയിൽ എത്തൂല. പിന്നെ AC അതിനെ കൊണ്ട് വലിയൊരു സീനില്ല. ആളെ നമ്മൾ വിചാരിച്ചായിരുന്നല്ല. ഈ കാണുന്ന സ്ഥലങ്ങളിൽ മൊത്തം കറങ്ങിയ മനുഷ്യനാണ്. ഇതാണെന്നില്ല മാർക്ക് ചെയ്ത്. ഇത്രയും സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കാണിച്ചു തരണം. വേഴ്സ് യുവർ ഹോം? യുവർ ഹോം? ദിസ് ഈസ് അതാണ് മൂപ്പര് വീട് എന്ന് പറഞ്ഞത്. ഓക്കെ, ദിസ് ഈസ് യുവർ സിറ്റി. നൈസ്. എന്തായാലേ ഇതൊക്കെയാണ് അവസ്ഥകൾ. ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഓരോ സംഭവങ്ങളത്. ഞങ്ങളെങ്ങനെ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ആളെ ചാനലിൽ എൻ്റെ വീഡിയോസ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയൊരു കൊറിയൻ സബ്സ്ക്രൈബറേയും കൂടി നമുക്ക് കിട്ടി. ഇപ്പോൾ എന്ത് കണ്ടിട്ടാണ് അവ കാണുക, അതെനിക്ക് മനസ്സിലാകത്തെ. ചായ വാങ്ങിക്കൊടുത്ത് ഞാൻ ഫുള്ള് മറിച്ച് പാവും. എൻ്റെ കൈമേലും മുമ്പ് കയ്യും കാലൊക്കെ പൊള്ളിപ്പോയി. സങ്കടമായിപ്പോയി എനിക്ക്. ഇന്നത്തെ നോമ്പ് തുറക്കുന്ന സമയം ഇപ്പം ഒന്നും കിട്ടുക കണ്ടില്ല ഇവിടെ. അപ്പോൾ കറക്റ്റ് നോമ്പ് തുറക്കാനായിരുന്നു കിട്ടിയപ്പോൾ നമ്മളെ ഫ്രണ്ടിന് വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ രണ്ടാളും കൂടി ഇതാ കഴിച്ചുകൊണ്ടിരിക്കുക. ഇതാരാന്നുള്ള എല്ലാവർക്കും അറിയായിരിക്കും. നമ്മളെ കളഞ്ഞ് കിട്ടിയൊരു ഫ്രണ്ട്. അവർ ഡൽഹി എവിടെ, കസാക്കിസ്ഥാനല്ലേ, ആര്യയിലേക്ക് പോകാല്ലേ. ഞങ്ങളിങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ വന്ന് പരിചയപ്പെട്ട് കുറച്ച് നേരം സംസാരിച്ചു. അത് ഞങ്ങൾ കൊറിയൻ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുക അല്ലേ. ആൾക്ക് ഞാൻ അരുണിമേൻ്റെ ചാനലിൽ ഇത് കാണിച്ചു കൊടുത്താൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അവൻ്റെ പേര് പറഞ്ഞത് ഞാൻ മറന്നുപോയി. ഋഷി. ഇവർ രണ്ടും ഒരുമിച്ചാണ് ട്രാവൽ ചെയ്യുന്ന വീഡിയോസ് ഉണ്ടാവും, നിങ്ങൾ കാണലുണ്ടാവും. ഞാനങ്ങനെ ഏകദേശം ഡൽഹിയൊക്കെ ആഗ്ര കഴിഞ്ഞിപ്പം 3-ാമത്തെ ദിവസമാണ്. ആഗ്ര കഴിഞ്ഞിപ്പം
കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 2 മണിക്കൂർ കൂടി ഉണ്ട്. ഭയങ്കര ലേറ്റ് ആയിട്ട് ട്രെയിൻ ഫുൾ സീൻ. വലിയ ചൂടൊന്നുമില്ല കേട്ടോ, വലിയ ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല, സുഖമാണ്, വലിയ കുഴപ്പമില്ല. ഫൈനലി ഞാൻ നിസാമുദ്ദീനിലെത്തി. ഇനി ഇവിടുന്ന് അടുത്ത പരിപാടി ഫ്രണ്ടിൻ്റെ റൂമുണ്ട്, അവിടെ പോവാം. അപ്പോൾ അവിടെ നിന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് നെക്സ്റ്റ് പ്ലാനുകൾ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളെല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്യുക. കാരണം ട്രെയിനിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ വല്ലാണ്ട് വീഡിയോ ഇട്ടൊരു കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് കണ്ടിന്യൂസ് വീഡിയോസ് ഉണ്ടാവും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് തന്നെ അറിയുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.